ഞാൻ ദാ എലിയെ പിടിച്ചു. ഈ എന്നോടായിരുന്നു അവന്റെ കളി. സോറി. ചേട്ടാ, നിങ്ങൾ ഇവിടെ എങ്ങനെ ഒരു എലിയെ കണ്ടായിരുന്നോ? ഞാൻ ഇതുകൊണ്ടാണ് പക്ഷികളോട് മിണ്ടാതിരിക്കുന്നത്. ഇവറ്റകൾക്ക് എന്തുമാത്രം അഹങ്കാരമാണ്. എന്റെ അമ്മേ, ഈ ഇന്റർനെറ്റ് പറയുന്നൊന്നും വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഡൈനോസർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ഇവന്റെ ഉടുപ്പുകളൊക്കെ കാർന്ന് മുളകാക്കിക്കൊണ്ടിരിക്കുക. ഇവൻ വിചാരിച്ച് ഞാനങ്ങ് പേടിച്ചു പോകുന്നു. അയ്യോ, ഇത് ശരിക്കും മുളകായിരുന്നേ. നല്ല രസമാ. ഇങ്ങനെ ഇരിക്കരുത്, കൂട്ടണം. അല്ല, നീ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലേ? ഞാൻ വഴിയിൽ കൂടെ നടക്കുമ്പോ മുമ്പാണെങ്കിൽ ആരും എന്റെ മുഖത്ത് നോക്ക പോലും ഇല്ലായിരുന്നു. ആഹാ, കൊള്ളാലോ. അതെന്താ? എനിക്കൊരു മുടിവെട്ട് കട ഉണ്ടായിരുന്നു. ഞാൻ പല പല സ്റ്റൈലില് മുടി വെട്ടുമായിരുന്നു. ഞാൻ അവനെ പിടിച്ചേ. കൂട്ടുകാരെ, ഇവൻ തുണിയും പ്ലാസ്റ്റിക്കും തിന്നുന്നവനാ. പോയൊരു ലോഹത്തിന്റെ പാത്രം എടുത്തോണ്ട് വാ. അപ്പൊ ലോഹ വെച്ചിരിക്കുന്ന പാത്രം എടുത്തു കഴിഞ്ഞാൽ ലോഹ എവിടെ കൊണ്ട് വെക്കും? മാത്രമല്ല, ലോഹയ്ക്ക് സ്വന്തമായിട്ട് പാത്രം ഉണ്ടോ? എടാ കഴുതേ, എന്തോ പറഞ്ഞു? ചേട്ടനെ അല്ല, ഓ ഇവന്മാരോട് സംസാരിക്കുന്ന ഞാനാണ് മര കഴുത. അല്ല, ഞാൻ പോയി എടുത്തോളാം. ആഹാ, അടിപൊളി. പാട്ട് പാടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാണല്ലേ? അയ്യോ, അതെന്റെ തലയിലാണ്ടോ. 1 കിലോ ഗോതമ്പ് വേണം. എന്തോന്ന്? അയ്യോ സോറി ചേട്ടാ, ഈ നീണ്ട ക്യൂ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു റേഷൻ കടയിലെ ക്യൂ ആണെന്ന്. അതുകൊണ്ട് അബദ്ധത്തിൽ ചോദിച്ചു പോയതാ. വേഗം പോകാൻ നോക്ക്. ഓരോന്ന് വന്നോളും മനുഷ്യന് മെനക്കെടുത്താനായിട്ട്. വെള്ളത്തിലാകെ സോപ്പൊടി അലിയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ പേന്റും അലിയാൻ തുടങ്ങി. ഇവിടെയുള്ള എല്ലാ തുണികളും ഞാൻ തിന്നും. താനെപ്പോഴെങ്കിലും തുണികൾ തിന്നിട്ടുണ്ടോ? അയ്യോ ഇല്ല. കഴിച്ചു നോക്ക്, നല്ല രസമായിരിക്കും. ഞാനിപ്പോ സ്ഥിരം ഇതാണല്ലോ കഴിക്കുന്നത്. എപ്പോഴെങ്കിലും എലിയെ പിടിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല. പിടിച്ചു നോക്ക, രസമായിരിക്കും. എങ്ങനെ ഇരുന്നാ പോരാ, പിടിച്ചു നോക്ക്. ആ, വീണ്ടും അലക്കാനുള്ള തുണികളെല്ലാം പോയോ കരുതച്ചേട്ടാ? എന്തു പറയാനാ അനിയ, ദിവസവും എനിക്കിങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. വലിയ പൊല്ലാപ്പായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ജോലിയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുക? എനിക്കറിയില്ല അയാൾക്ക് എന്താ എന്റെ അടുത്ത് 3 മാസമായിട്ട് അലക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ടാ ആ കോലത്തിലിരിക്കുന്നത്. ഒന്നും അല്ല. രാവിലെ നീ ബെഡിലൊരു മല കണ്ടില്ലായിരുന്നോ? അത് മലയൊന്നും അല്ല, ഈ ഹണിയുടെ അലക്കാത്ത നാർന്ന തുണികളാ. തുണിയൊക്കെ അലക്കാർ കൊടുക്കേണ്ട ഗതികേടിലായി. വീട്ടിലെ വാഷിംഗ് മെഷീൻ എങ്ങനെയാ പൊട്ടിയത്? വെള്ളത്തിൽ മുങ്ങിപ്പോയതായിരുന്നു. രക്ഷിക്കാനുള്ള വെപ്രാളത്തിനിടെ പൊട്ടിപ്പോയതാ. ആര് മുങ്ങിപ്പോയി? വാഷിംഗ് മെഷീൻ മുകളറ്റം വരെ വെള്ളം നിറഞ്ഞു നിൽക്കുമായിരുന്നു. അതിലേക്ക് എടുത്തു ചാടി ഞാൻ അതിനെ രക്ഷിച്ചു. പക്ഷെ വാഷിംഗ് മെഷീൻ എന്നോട് താങ്കി പറയുന്നതിന് വരെ ബ്ലം എന്നാണ് പറഞ്ഞത്. നീ ഒരു കാലത്ത് നന്നാവില്ല ഹണി.
താങ്കളുടെ പാന്റിന് 2000 രൂപ താ പിടിച്ചോ. ഇത്ര വില കൂടിയതോ? എടോ ഈ പാന്റിന് ആകെ 1000 രൂപയേ ഉള്ളൂ. ബാക്കി 1000 തന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടി. ആ അടിപൊളി. സത്യസന്ധനായി കഴിഞ്ഞാൽ ദാ ഇങ്ങനെ തന്നെ വേണം. ഇതിലൊക്കെ എന്തോന്ന് സത്യസന്ധത. ഈ ബിസിനസ്സിലൂടെ ഞാനാകെ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുക. വെൽക്കം ടു ദ പിഗ് ക്ലബ്. നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ക്ലബിൽ ചേരാൻ യോഗ്യനായിരിക്കുന്നു. അല്ല മെഷീനിൽ നിന്ന് 500 നോട്ട് കിട്ടുന്നുണ്ടോ? എന്ത്? അയ്യോ സോറി ചേട്ടാ, ഈ ക്യൂ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ATM ആണെന്ന്. അല്ല ചേട്ടാ, എന്തുണ്ടായി? ആഹാ, കഴുത കെലിയുണ്ടായോ? കൺഗ്രാറ്റുലേഷൻസ്. ഇടയ്ക്ക് കയ്യിലോട്ടും തരണം എനിക്ക് കളിപ്പിക്കാനായിട്ട്. വേഗം വാ, ഈ തടിയൻ തന്നെയാ കള്ളൻ. എന്നാ വാ, നമുക്ക് അവനെ പോയി പിടിക്കാം. വേണ്ട, ഇപ്പൊ അവൻ എല്ലാം മോഷ്ടിക്കട്ടെ. അയാളൊന്നും എടുക്കുന്നത് കാണുന്നില്ല, പിന്നെ ഈ സാധനങ്ങൾ എങ്ങനെയാ കാണാണ്ടാവുന്നത്? വാ, ഞാൻ പറഞ്ഞുതരാം. എന്താ നിങ്ങൾ ഇവിടുന്ന് മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഇല്ലേ, അതിപ്പോ ഞങ്ങൾക്ക് തിരിച്ചു വേണം. എന്നെ കണ്ട കള്ളനാണെന്ന് തോന്നോ? നോക്കേ, എന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ വയറ്റിലുണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് വയറാണ്. വയറല്ല, ബാഗാണ്. CCTV ക്യാമറ ഇയാളുടെ വലിയ വയർ മാത്രമേ കാണാൻ പറ്റൂ. ഇയാൾ ഈ വയറിന്റെ സൈഡിൽ കൂടെ സാധനങ്ങൾ വലിച്ച് അകത്തേക്ക് ഇടും. വേഗം വാ, നമുക്ക് ഈ പെരുങ്കലിനെ പിടിച്ച് ആദ്യം പോലീസിൽ ഏൽപ്പിക്കാം. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ആദ്യം ഇയാൾ എക്സസൈസ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. എന്റെ അമ്മീ. ഇനി തോത്താറാമിന്റെ വകയായിട്ട് നിനക്ക് ഒരു സ്പെഷ്യൽ പഞ്ചുണ്ട്. ഇന്നാ പിടിച്ചോ. ഇത് അലക്കിക്കോ, ഇതും കൂടി അലക്കിക്കോ, അതിനോടൊപ്പം തന്നെ ഇതും കൂടി അലക്കിക്കോ. നിങ്ങൾക്ക് ഇത്രയേറെ ഷർട്ടുകളോ? അയ്യോ, ഷർട്ട് ഒന്നേ ഉള്ളൂ, ബാക്കി ഈ കാണുന്നതൊക്കെ ഇതിന്റെ കൈകളാ. ആ എന്താ പിടിച്ചോ, ഇത് പെട്ടെന്ന് അലക്കിക്കോ. എന്റെ ഈ പടം കൂടി ഒന്ന് അലക്കിയേക്ക്. സാധാരണ പാമ്പുകൾ പടം പൊഴിച്ച് ഉപേക്ഷിക്കാറില്ലേ പതിവ്? ഇതെന്ത് പറ്റി? അത് കൈകൊണ്ട് ഞങ്ങൾക്ക് അലക്കാൻ പറ്റാത്തോണ്ടാണ് സാധാരണ ഞങ്ങൾ ഇങ്ങനെ പടം പൊഴിച്ച് ഉപേക്ഷിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, പടം പൊഴിച്ചാൽ അലക്കുകാരെ കൊണ്ട് അലക്കിക്കാലോ. അതെ, എന്റെ ഈ ഷർട്ടും കൂടി ഒന്ന് അലക്കേക്ക് കേട്ടോ. നിങ്ങളുടെ ഷർട്ടിന്റെ കോളർ ദാ ഇവിടെ കീറിയിരിക്കുകയാണല്ലോ. അത് കീറിയിരിക്കുന്നതല്ല, എന്റെ ചിറകിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാ. ഈ അടുത്ത് തന്നെ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, അതുകൊണ്ട് ഇതിനെ ഒന്ന് വെറ്റ് ക്ലീൻ ചെയ്ത് എടുത്തേക്ക്. ഞാനൊരു മീനായതുകൊണ്ട് ഈ ഡ്രൈ ക്ലീനിങ്ങിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, മനസ്സിലായോ? അതെ സാറേ, ഞാൻ ഈ താഴെ വീഴുന്ന 2 രൂപ നാണയങ്ങളൊന്നും അങ്ങനെ എടുക്കാറില്ല. അത് 5-ന്റെയാ. അത് 2-ന്റെ തന്നെയാണോ മാരക്കഴുതേ? സൂക്ഷിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലിയൊരു മണ്ടത്തരം പറ്റിയത്? ചേട്ടാ, ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇന്നെന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയാ. നിങ്ങളോടൊത്ത് കേക്ക് കട്ട് ചെയ്യാൻ വന്നതാ. പക് പക് പക്. ഞാൻ മെഴുകുതിരി കത്തിക്കാൻ പോവാ. വേണ്ട. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാ നീ നശിപ്പിച്ചില്ലേ? അറിയോ, എന്റെ ഹസ്ബൻഡ് വലിയ ബോക്സറാ. പക് പക് പക്.
എന്താ പഞ്ച് ചെയ്ത് കാണിക്കണോ? സോറി നിങ്ങൾ മെഴുകുതിരി കത്തിക്കാൻ പോയിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ പേടിച്ച് അറിയാതെ ചാടിയതാ. എടാ ഇങ്ങനെ പേടിക്കാനായിട്ട് അതൊരു മിസൈൽ ഒന്നുമല്ലല്ലോ, വെറും മെഴുകുതിരിയല്ലേ. അയ്യോ ഇതൊരു മിസൈൽ തന്നെയാണ്. അവിടെ ഗ്യാസ് പൈപ്പ് ലീക്ക് ആയിരിക്കുകയാണ്. സോറി. അയ്യോ ചേട്ടാ എന്തായി പറയുന്നേ? ഇതെങ്ങനെയാ സംഭവിച്ചേ? ഞാൻ ചെടി നടാൻ വേണ്ടി ഒരു കുഴി എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എടാ നീ കുഴി കുഴിച്ചതാണോ അതോ കിണർ കുഴിച്ചതാണോ അത് പറ. ഞാനൊരു വലിയ ചെടിയാണ് നടാൻ ഉദ്ദേശിച്ചിരുന്നത്. വഴിതെറ്റി വഴി വന്നതാ. നീ എന്തായി പറയുന്നത്? ഞങ്ങളുടെ സഹായം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ വന്ന കാര്യം പറയണ്ട. എടാ ഈ ഹണിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? ആ സൂപ്പർ മാർക്കറ്റ് വെച്ചേക്കില്ല. കാര്യം എന്താണെന്ന് തുറന്നു പറയേ. എന്താ കാര്യം? ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ ഇന്ന് മോഷണം പോകുന്നുണ്ട്. അതാരാണെന്നറിയാൻ ഞങ്ങൾ പഠിച്ച പണി 18 നോക്കി, പക്ഷെ ആരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല അതെങ്ങനെ സംഭവിക്കും? നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലെ CCTV ക്യാമറ വെച്ചിട്ടില്ലേ? പക്ഷെ അതിൽ നോക്കിയിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ അതെന്താ അങ്ങനെ? വാ നമുക്ക് പോയി നോക്കാം. ആ വാ വാ വാ. ശരി. കൊച്ചലിയ ദേ നോക്കിയേ, അത് ഞാനാണ്. കാണാൻ ഹാൻസം ആയിട്ടുണ്ടല്ലേ? എടാ ഇവനെ നോക്ക്. സംശയമുണ്ടോ? പക്ഷെ കള്ളനാരാണ്? എനിക്ക് തലയ്ക്ക് ഭ്രാന്തെടുക്കുകയാണ്. എങ്കിൽ തൊട്ടടുത്ത് തന്നെ ഭ്രാന്താശുപത്രി ഉണ്ട്. ചേട്ടാ ഇതാ ഇപ്പൊ പിന്നെയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിക്കാതെ CCTV നോക്ക. അപ്പൊ നീയാണല്ലേ കിഡ്നാപ്പ് ചെയ്തത്? കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല. അപ്പോ നീയായിരുന്നല്ലേ? ഞാൻ കറുത്ത എല്ലാവരുടെയും സുഹൃത്താ. എന്നെ വെറുതെ വിട്ടേക്ക്. നിൽക്കൂ, ഇവിടെ വരൂ. ആദ്യം അവന്റെ വായിലുള്ള ലൗഡ് സ്പീക്കറിൽ നിന്നും മുഴുവൻ കാര്യങ്ങളും കേൾക്കൂ. സത്യമറിയാതെ ആ മരക്കുറ്റി പോലുള്ള കൈകൊണ്ട് എന്തിനാണ് അവന്റെ മൂക്കിന്റെ പാലം തകർക്കുന്നത്? എന്റെ ഹസ്ബൻഡ് ബോക്സർ അറിയോ? ശരി, ബോക്സർ ആയിക്കോട്ടെ. പക്ഷെ ഒരു തലയുണ്ടല്ലോ. തലയുണ്ടെങ്കിൽ തലച്ചോറ് ഉണ്ടായിരിക്കണം. ആ തലച്ചോറ് പുകച്ചെന്ന് ആലോചിക്ക്. ഇവനെന്തിനാണ് നിങ്ങളുടെ മക്കളെ കിഡ്നാപ്പ് ചെയ്യുന്നത്? ആലോചിച്ചോ? ചേട്ടന്റെ മക്കൾ എവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ തുടങ്ങിയത്. തോത്താറാം നിങ്ങളുടെ മക്കളെയും കൊണ്ട് പറന്നു പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പക്ഷെ തോത്താറാം എന്തിനാ അവരെ കിഡ്നാപ്പ് ചെയ്യുന്നത്? എടാ തൂത്താറാമേ, എന്റെ കുഞ്ഞുങ്ങളെ വെറുതെ വിടാൻ, അല്ലെങ്കിൽ അടിച്ചു നിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. അയ്യോ ചേട്ടാ, അതിന് ശ്രമിക്കണ്ട. എങ്കിൽ ജീവിതകാലം മുഴുവൻ ഉപ്പുമാവ് തിന്നേണ്ടി വരും. മനസ്സിലായോ? അദ്ദേഹം എന്തിനാ ഉപ്പുമാവ് തിന്നുന്നേ? അദ്ദേഹം ബോക്സർ അറിയോ? പല്ല് മുഴുവൻ ഞാൻ അടിച്ചിളക്കി കഴിഞ്ഞാൽ പിന്നെ ഉപ്പുമാവല്ലാതെ വേറെ എന്താ തിന്നുക? അതെ ചേട്ടാ, ഈ സോപ്പ് എവിടെയായിരിക്കുന്ന? ഇവിടെയെങ്കിലും കണ്ടില്ല. അതാ ആരോ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. കള്ളനോ അതോ ഇവിടെയോ? അതാരാ? എന്താ ചേട്ടാ? എന്റെ സൂപ്പർ മാർക്കറ്റിൽ കയറി നീ മോഷ്ടിക്കുകയാണല്ലടാ. ഈ ഞാനോ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. എന്നെ രക്ഷിക്കണേ. അയ്യോ എടാ, നിൽക്കാനാ പറഞ്ഞതാ. വെറുതെ ഓടരുതാ. അയ്യോ. ചേട്ടാ അമ്മച്ചിയാണ്, ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ കാണാതാവുന്നത്? ചേട്ടാ സാധനങ്ങൾ എലിക്കുട്ടനതിൽ നിന്ന് ഇവന്റെ പണിയായത്. എടാ ഞണ്ടേ, ഞാനും തോത്താറാമും ചേർന്ന ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നേ. ഞാൻ എന്റെ സ്വന്തം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തിനാടാ മോഷ്ടിക്കുന്നേ? ഞാനും മോഷ്ടിച്ചിട്ടില്ലെന്ന് എന്റെ അമ്മച്ചിയാണ് സത്യം. ഇവിടെ വരൂ. ഇത് ഓയിലാണെന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ഇതും തലയിൽ തന്നെയാണ് തേക്കുന്നത്. പക്ഷെ അതിനും ഒരു രീതിയുണ്ട്. തലയിൽ ഓയിൽ തേക്കാൻ അതിന്റെ ബോട്ടിൽ ആരും എടുത്തെറിയാറില്ല. മനസ്സിലായോ? എടാ, ഇനിയെങ്കിലും നീ സത്യം പറ. ഇവിടെ വരൂ. എന്റെ തലച്ചോറിനകത്ത് ചോദ്യങ്ങളുടെ ഒരു ശരം തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേത് സത്യമാണ്? സത്യത്തിൽ നീ അറിയാൻ ആഗ്രഹിക്കുന്ന സത്യം പറയൂ. ഈ എലിയെ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കും. കണ്ടില്ലേ, ഒരു എലിയെ പിടിച്ചപ്പോ ദേ മറ്റൊരു എലി വന്നു.
ഇത് അതേ എലി തന്നെയാണ്. മണ്ണ് തുരന്ന് താഴെ കൂടെ പോയവൻ. സംശയമുണ്ടോ? അവനാണെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കറണ്ട് തിന്നുകയാണല്ലോ. അതെ, ഐഡിയകളാണെങ്കിൽ ഒന്നും തന്നെ ഫലിക്കുന്നേ ഇല്ല. ഇവൻ കുറച്ച് അധിക സമയം എന്തെങ്കിലും കറണ്ട് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഇവനെ പിടിക്കാൻ കഴിയും, അല്ലേ കൊച്ചളിയാ? ആ കൊള്ളാം വലിയ, അതൊരു നല്ല ഐഡിയ തന്നെയാ. ഇതല്പം കട്ടിയുള്ള തുണിയാ. ആ എലിക്ക് പെട്ടെന്നൊന്നും കറണ്ട് തിന്നാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ബണ്ണി? അവൻ ഇത് കറണ്ട് തിന്നുന്ന സമയത്ത് തന്നെ നമുക്ക് അവനെ പിടികൂടുകയും ചെയ്യാം. ആഹാ, കൊള്ളാലോ. ഇതത്രയ്ക്കും വിലപിടിപ്പുള്ള തുണിയായിരുന്നോ? ഇത്രയ്ക്കും മനോഹരമായ തുണി അലക്കാൻ തന്ന അയാൾ എത്ര പണക്കാരനായിരിക്കും. എത്രമാത്രം വിലപിടിപ്പുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുന്നത്. പിടികിട്ടി. ഇനി നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഉടുപ്പ് ആരും കൊണ്ടുപോവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എലിയെ വെറുതെ വിട്ടിട്ടുണ്ടോ? ഒന്ന് വിട്ട് നോക്കാൻ നല്ല രസമായിരിക്കും. ഒന്ന് വിട്ട് നോക്കണമെന്നേ. ഞാൻ ഓടില്ല, പ്രോമിസ്. ഒരു പ്രാവശ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഉടുപ്പുകൾ കാർന്ന് ഇങ്ങനെ ഡിസൈൻ ഉണ്ടാക്കുന്നത് എന്റെ ഒരു ഫാഷനാ. വേണമെങ്കിൽ കണ്ടോ? ഇനി നീ രക്ഷപ്പെട്ട എങ്ങോട്ട് പോവും? ഓ, ആരും അപകടത്തിൽപ്പെട്ടെന്ന് തോന്നുന്നു. വാടാ, നമുക്ക് ചെന്ന് നോക്കാം. എടാ, വിടറാ അവരെ. വിടാനല്ലടാ പറഞ്ഞേ. അത് പിന്നെ ഇവരെ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്തതാ. മൊട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് നീയൊക്കെ കിഡ്നാപ്പ് ചെയ്യാൻ തുടങ്ങിയോ? അയ്യോ ഹണിച്ചേട്ടാ, ഞങ്ങള് കിഡ്നാപ്പ് ഗെയിം കളിക്കായിരുന്നു. ഇതൊക്കെ ഒരു കളിയാണോ? ഇതൊക്കെ നിങ്ങൾ എവിടെന്നാ പഠിച്ചേ? അത് പിന്നെ സ്കൂളിൽ നിന്ന്. കൊച്ചളിയാ, സ്കൂളിലപ്പോ കിഡ്നാപ്പ് ചെയ്യാനാണോ പഠിപ്പിക്കുന്നത്? എന്നെ എന്തിനെ തല്ലുന്നേ? ബോബി, ചാമ്പ്യൻഷിപ്പ് നാളെയാണ്. റിംഗിൽ മത്സരിക്കാൻ പറ്റാത്ത വിധം നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇത് പിടിച്ചോ. മൊട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് നീയൊക്കെ കിഡ്നാപ്പ് ചെയ്യാൻ തുടങ്ങിയോ? അല്ല ബോബി, എന്തിനാ അയാൾ ആവശ്യമില്ല തല്ലുന്നേ? ഇതത്ര നല്ലതിനല്ല. ഞാൻ പറയാം. ബോബി നിർത്ത്. എന്താ ഈ ചെയ്യുന്നത്? ഇതിനാണ് പഴമക്കാർ പറയുന്നത് ഒരു വെടിക്ക് രണ്ട് കിളി. സംശയമുണ്ടോ? നിർത്ത്. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഗുണ്ടായിസം കാണിക്കുന്നു. അയ്യോ അല്ല, ഇത് ഗുണ്ടായിസൊന്നുമല്ല. ഇവൻ ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്റെ മക്കളെ കിഡ്നാപ്പ് ചെയ്തോട് പോയിരിക്കുകയാണ്. എടാ മണ്ട, ഞാൻ നിന്റെ മക്കളെ കിഡ്നാപ്പ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തില്ലായിരുന്നു. നിന്റെ കുട്ടികൾ എന്റെ കൈവശമുണ്ട്. അഥവാ അവരെ വിട്ടുകിട്ടണമെങ്കിൽ നീ ചാമ്പ്യൻഷിപ്പിൽ നിന്നും പിന്മാറണം. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും കോൾ വന്നായിരുന്നോ നിങ്ങൾക്ക്? അയ്യോ, എന്താ ചെയ്യുന്നേ? രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! മര്യാദയ്ക്ക് സത്യം പറയടാ, എന്റെ മക്കൾ എവിടെ? എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, രക്ഷിക്കണേ! രക്ഷിക്കണേ! അയ്യോ, 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 എനിക്കറിയില്ല നിങ്ങളുടെ കുട്ടികൾ എവിടെ ഉണ്ടെന്ന്. ഞങ്ങൾക്കറിയില്ല. രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! പറയടാ.
ഞാൻ എന്താ ചെയ്തത്? നീ എന്റെ മക്കളെ കിഡ്നാപ്പ് ചെയ്യുമല്ലടാ ഞാൻ തന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തൊന്നുമില്ല, എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ല.